ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു 3 ബിസിനസ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് 4-മതായിട്ട് പറയുന്നതും വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യോപയോഗ വസ്തുക്കളാണ്, എല്ലാവർക്കും ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ കട തുടങ്ങിയപ്പോൾ വീട്ടാവശ്യത്തിലേക്കുള്ള ക്ലീനിങ് പ്രൊഡക്റ്റുകൾ, അതായത് സോപ്പ് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയായിരുന്നു ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഈ പ്രദേശത്ത് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് അധികം ചെലവില്ലാത്തതുകൊണ്ട്, എന്നാൽ ഈ പ്രൊഡക്റ്റുകളിൽ നിന്ന് നല്ല രീതിയിൽ എനിക്ക് മാർജിൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതൊരു സൈഡ് ആക്കിക്കൊണ്ട് മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങൾ കൂടുതൽ കടയിലോട്ട് അടുപ്പിച്ച് വെക്കുകയും ഇതിനെ വലിയ രീതിയിൽ അവിടെ സ്റ്റോക്ക് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് കുറച്ച് മാത്രം ഷോപ്പിൽ സ്റ്റോക്ക് ചെയ്യുകയും അങ്ങനെ അതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കൂടെ അങ്ങ് വിറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ടെങ്കിൽ, ഈ വീട്ടാവശ്യത്തിനുള്ള ക്ലീനിങ് പ്രൊഡക്റ്റുകൾക്ക് നല്ലൊരു മാർക്കറ്റാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ക്ലീനിങ് പ്രൊഡക്റ്റുകളുടെ നിർമ്മാണവും വിപണനവും. അപ്പോൾ എന്തൊക്കെയാണ് ക്ലീനിങ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് ഇന്ന് ഞാൻ അതിൽ ഒരു 2 കാര്യങ്ങൾ, ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ 2 കാര്യങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാം. അപ്പം താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ചിമ്മന ഹെയർ കെയർ എന്ന് പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ എവിടെ നിന്ന് കിട്ടും, എത്ര വിലയ്ക്ക് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് ഷെയർ ചെയ്താൽ മതി. ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന ആ കടയുടെ ഒന്നും ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നില്ല. വീട്ടാവശ്യത്തിനുള്ള ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ടല്ലേ. ടോയ്ലറ്റ് ക്ലീനർ, ടൈൽ ക്ലീനർ, ഫ്ലോർ ക്ലീനർ, അതുപോലെ ഫിനോയില്, ലോഷൻ, പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി കഴുകുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ്, അതിൻ്റെ തന്നെ സ്റ്റാർച്ച് ഉണ്ട്, പശ മുക്കുന്നത്, സ്റ്റിഫ് ആൻഡ് ഷൈൻ പോലത്തെ, പിന്നെ അത് കംഫർട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇതിലോട്ട് ഇറങ്ങി വരുമ്പോൾ ചന്ദനത്തിരികൾ, കൊതുക് തിരികൾ, കുന്തിരിക്കത്തിരി, അതുപോലെ ഒഡോണിൽ വെക്കില്ലേ നമ്മൾ ബാത്റൂമിലൊക്കെ, അതുപോലെ അതിൻ്റെ വേറെ പ്രൊഡക്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ക്ലീനിങ് ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ മാത്രമായിട്ടൊരു ഷോപ്പ് തുടങ്ങാൻ സാധ്യത കാണുന്നവർ, അതായത് നിങ്ങളുടെ പ്രദേശത്ത് ഇതിൻ്റെ വിപണന സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ വീടിനോട് ചേർന്നിട്ട് തുടങ്ങുവാനാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ 2 ഐറ്റം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഒന്ന് ഫ്ലോർ ക്ലീനറും ഒന്ന് ഫിനോയിലാണ്. നമ്മൾ ഈ ടെക്സ്മാ പോലെയുള്ള ഫിനോയിലില്ലേ, ലെമൺ ഗ്രാസിൻ്റെ, ജാസ്മിൻ്റെ ഒക്കെ സ്മെല്ലുള്ള, അതിൽ നമ്മൾ ലെമൺ ഗ്രാസിൻ്റെതാണ് ഇന്നിവിടെ മിക്സ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇവിടെ മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യമേ ഫ്ലോർ ക്ലീനർ മിക്സ് ചെയ്യാം. 10 ലിറ്റർ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കുവാനായിട്ട് വേണ്ടത് ഇതുപോലൊരു പാക്കറ്റിൽ സോഡാഷ് ഉണ്ടാവും, CKB എന്നുള്ളൊരു മിശ്രിതം ഉണ്ടാവും, അതുപോലെ കളറും പെർഫ്യൂമും കൂടെ ഒരു ബോട്ടിലിൽ ഉണ്ടാവും, പിന്നെ സർഫ് എന്നാണ് കേട്ടോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും 10 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ട് ഈ സോഡാഷ് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കലക്കുമ്പോൾ തന്നെ ഇതിലോട്ട് പതയൊക്കെ വരും. ഈ സർഫും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. എനിക്ക് കൈ വയ്യാത്തത് കൊണ്ട് ഇച്ചായനാണ് കേട്ടോ ഇങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യാറ്. അപ്പോൾ ഇച്ചായന് കുറച്ച് പണികളൊക്കെ ഒന്ന് പെൻഡിങ് വെച്ചിട്ട് ഫ്രീ ആകുവാൻ പറ്റുന്ന സമയങ്ങളിലാണ് നമ്മളിങ്ങനെ ഫ്ലോർ ക്ലീനർ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സോഡാഷ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സർഫ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ഈ ഫ്ലോർ ക്ലീനറിൻ്റെ ആ ഒരു വെള്ളത്തിന് നല്ല രീതിയിലൊരു പതയും ഒരു വഴുവഴുപ്പും ഒക്കെ ഉണ്ടാവും. ഇതിനാണ് ഈ സോഡാഷും ഈ സർഫും ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഈ കളറും പെർഫ്യൂമും കൂടെ ചേർന്നിട്ടുള്ള ആ ബോട്ടിലെ മിശ്രിതം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 20 ലിറ്റർ ഫ്ലോർ ക്ലീനറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കലക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇജയം എന്നോട് പറഞ്ഞത് വേണ്ട, ഞാൻ ഉണ്ടല്ലോ സെപ്പറേറ്റ് ആയിട്ട് കലക്കാം, ഇനി അതിൻ്റെ അളവൊന്നും തെറ്റി പോകണ്ട. അത് തന്നെയല്ല, ഇത് 20 ലിറ്ററിൻ്റെ ആണ് കേട്ടോ ഈ ബക്കറ്റ്. അപ്പോൾ ഇങ്ങനെ ഇളക്കണമെങ്കിൽ ഫുൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇളക്കി എടുക്കുവാനായിട്ട് പാടായിരിക്കും. അവസാനം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ CKB. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ ക്ലീനർ റെഡിയായി. ഇത്രയും ജോലിയേ ഉള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യുക, നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇച്ചാൻ എന്നെ കൊണ്ട് ചെയ്യിക്കാത്തതാണ് കേട്ടോ. 20 ലിറ്റർ ഫ്ലോർ ക്ലീനർ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് കൊണ്ട് 30 ലിറ്റർ കന്നാസിലോട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് വെക്കുകയാണ്. ഇനി ഇത് നമുക്ക് ആവശ്യം പോലെ 1/2 ലിറ്ററിൻ്റെയോ 1 ലിറ്ററിൻ്റെയോ ബോട്ടിലുകളിലോട്ട് ആക്കിയിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം, വിൽക്കാം കേട്ടോ.
അപ്പോൾ ഈ ബോട്ടിലുകൾ എവിടെ കിട്ടും എന്നാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ചിന്നക്കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. അത് ഞങ്ങൾ പോയി വാങ്ങിച്ചൊന്നുമില്ല. അങ്ങോട്ടേക്ക് ഒരു വണ്ടി ഓട്ടം പോയപ്പോൾ, ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവരുടെ കയ്യിൽ പൈസ കൊടുത്തു വിട്ടു. ഇങ്ങനെ അളവുകൾ പറഞ്ഞു, ഇന്ന ആവശ്യത്തിനുള്ള ബോട്ടിലുകളാണെന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് വാങ്ങി തന്നു കേട്ടോ. ഇനി നമുക്ക് ഫിനോയിൽ ലോഷൻ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതായത് മുല്ലപ്പൂവിൻ്റെ, ലെമൺ ഗ്രാസിൻ്റെ, ലെമണിൻ്റെ, റോസിൻ്റെ ഒക്കെ മണമുള്ള, സാൻഡലിൻ്റെ ഒക്കെ മണമുള്ള ഇതുപോലുള്ള ലോഷനുകൾ, ഫിനോയിലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ. അപ്പോൾ ഇത് വരുന്നത് 1 ലിറ്ററിൻ്റെ ഒരു കോമ്പൗണ്ട് വരും. പിന്നെ ഇതിനകത്ത് കളർ വരുന്നുണ്ട്. പിന്നെ ഈ ലെമൺ ഗ്രാസിൻ്റെ ഓയിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ലെമൺ ഗ്രാസിൻ്റെ ഈ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലുള്ള ഈ ലോഷൻ മാത്രമാണ് കേട്ടോ കൊടുക്കാറുള്ളത്. 1 ലിറ്റർ കോമ്പൗണ്ട് കൊണ്ട് നമുക്ക് 21 ലിറ്റർ ലോഷൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 20 ലിറ്റർ വെള്ളം കൃത്യമായി അളന്നെടുത്തതിന് ശേഷം ഈ കോമ്പൗണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം ഈ കളറ് ചേർത്ത് കൊടുക്കുവാനായിട്ട്. കാണുമ്പോൾ അതൊരു നീല കളറായിട്ട് തോന്നുമെങ്കിലും ഈ മിശ്രിതത്തിലോട്ട് നമ്മൾ കളറ് ചേർക്കുമ്പോൾ പച്ച കളറായിട്ട് വരും കേട്ടോ. ലെമൺ ഗ്രാസ് ലോഷൻ്റെ കളറ് പച്ചയായിരിക്കും, ജാസ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ വെള്ള കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ ഫ്രാഗ്രൻസിന് ചേർന്നിട്ടാണ് അവർ കളറ് നമുക്ക് തരുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ഗ്രാസിൻ്റെ ഓയിലാണേ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഓയിൽ ആയതുകൊണ്ട് ഈ വെള്ളത്തിലോട്ട് ചേരുമ്പോൾ അത് കുറച്ച് പൊങ്ങി കിടക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബക്കറ്റിൽ നിന്ന് വേറൊരു ബക്കറ്റിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഈ ലോഷൻ 1 ലിറ്ററിൻ്റെ ബോട്ടിലുകളിൽ നിറച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. കാരണം ഈ ലോഷന് പതയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന അതേ അളവിൽ തന്നെ ഈ ലോഷൻ കാണപ്പെടും. എന്നാൽ ഫ്ലോർ ക്ലീനർ അങ്ങനെയല്ല. ഫ്ലോർ ക്ലീനർ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ക്രമത്തിൽ കൂടുതൽ പതയുണ്ടാകും. അതുകൊണ്ട് കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കുമ്പോൾ പത വന്ന് മുകളിൽ നിറയുന്നത് കൊണ്ട് നമുക്ക് 1 ലിറ്റർ മുഴുവനായിട്ടും നിറച്ച് വെക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആദ്യമേ ഫ്ലോർ ക്ലീനർ ഒരു കന്നാസിലോട്ടോ വലിയ ബോട്ടിലുകളിലോ ഒക്കെ നിറച്ച് വെച്ചതിന് ശേഷം മാത്രം 1 ലിറ്ററിൻ്റെ അളവുള്ള ചെറിയ ബോട്ടിലുകളിലോട്ട് ഒഴിച്ച് മറ്റുള്ളവർക്ക് വിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിന് വേണ്ട ലൈസൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു ഷോപ്പ് ഒന്നും എടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അത് വീട്ടിൽ തന്നെ, വീടിനോട് ചേർന്നൊരു ഷെഡ് അറേഞ്ച് ചെയ്ത് അതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപാക്കിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കെമിക്കലി സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടാവുമല്ലോ, ഹോൾസെയിൽ ഡീലർ ഉണ്ടാവും. അവർക്ക് എന്തായാലും ഒരു മാനുഫാക്ചറിങ് ലൈസൻസ് ഉണ്ടാവും. അവരുടെ പെർമിഷനോട് കൂടി തുടക്കത്തിൽ മാനുഫാക്ചറിങ് ലൈസൻസ് ഇത് വെക്കുക. നമ്മൾ ആദ്യമേ മാനുഫാക്ചർ ആവണ്ട. എന്നിട്ട് നമ്മൾ ഇതിന്റെ പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ മാത്രമായിട്ട് എടുത്തിട്ട് ഇതിന്റെ പാക്കിംഗ് ലൈസൻസ് മാത്രം എടുത്ത് നമ്മൾ റീപാക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു ബ്രാൻഡിൽ ഇത് റീപാക്ക് ചെയ്ത് വിൽക്കുവാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയും ഒരു ലൈസൻസ് എടുക്കുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളുള്ളത് അക്ഷയ വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വ്യവസായ ഓഫീസുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക്